പാലത്തായിലെ ലൈംഗിക പീഡന കേസിലെ പ്രതിയായ BJP പ്രവർത്തകനും അധ്യാപകനുമായ ആൾക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചു. കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെ ഗൂഢാലോചന നടത്തി വൈകിച്ച പോലീസ് പോക്സോ ചുമത്താതിരിക്കുക കൂടി ചെയ്തതോടെയാണ് ഈ പ്രതിക്ക് ജാമ്യം ലഭിച്ചത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്ത ഒരു അധ്യാപകൻക്ക് മതിയായ പോക്സോ ചുമത്താതെ അധ്യാപകർക്ക് ജാമ്യം കിട്ടുന്ന രീതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നിലുള്ള ഗൂഢാലോചന ആരെല്ലാമാണ്? എന്താണ് ഇതിന് പോലീസിലുള്ള പങ്ക്? യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതി ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തിട്ടില്ലേ? കുട്ടി പറയുന്നത് നുണയാണെന്നും ഈ പെൺകുട്ടി പറയുന്ന വാക്കുകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആശങ്കയുണ്ടാക്കുന്നു എന്നൊക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ പ്രതിയെ പിടികൂടാൻ തന്നെ ആഴ്ചകളെടുത്ത് വൈകിപ്പിച്ച് പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് ഈ പ്രതിയെ പിടികൂടിയത് തന്നെ. ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് രാജ്യത്തിനു തന്നെ നാണക്കേടുണ്ടാകുന്ന ഈ ഒരു ജാമ്യം ലഭിച്ചത്. കണ്ണൂർ ജില്ലയിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചറുടെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാനൂർ പാലത്തായിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകനും BJP നേതാവുമായ പ്രതി ലൈംഗികമായി പീഡിപ്പിച്ച കേസ് രാഷ്ട്രീയ ഒത്തുതീർപ്പിൻ്റെ മറവിൽ അട്ടിമറിക്കുന്നുവെന്ന് ഏകദേശം തെളിഞ്ഞിരിക്കുകയാണ്. തലശ്ശേരി പോക്സോ കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിർണായകമായ പോക്സോ വകുപ്പ് ചുമത്താത്തതു കാരണം താരതമ്യേന ദുർബലമായ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ മാത്രം ചുമത്തിയിരിക്കുന്നതിനാൽ ഇന്നലെ ഈ പ്രതിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. അന്വേഷണം തുടരുകയാണെന്നും ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ഭാഗികമായ കുറ്റപത്രമാണെന്നതും ക്രൈംബ്രാഞ്ച് പറയുമ്പോഴും നമുക്ക് ലഭിച്ച ഏറ്റവും സത്യസന്ധമായ യാഥാർത്ഥ്യം ഈ പ്രതിക്ക് ജാമ്യം കിട്ടി എന്നതാണ്. പോക്സോ ചുമത്താൻ വേണ്ട തെളിവുകൾ കിട്ടിയില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. കുട്ടിയുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ലെന്നും പറയുന്നു. തലശ്ശേരി DYSP അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരമാണ് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം പരസ്പര വിരുദ്ധമായ മൊഴിയാണ് ഇരയായ കുട്ടി നൽകുന്നതെന്നാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നത്. ഇരയുടെ ആരോപണങ്ങളിൽ പ്രതിയുമായി ബന്ധപ്പെടുത്താൻ തക്ക തെളിവുകൾ ഇല്ലെന്നും അതിനാൽ ഇനിയും അന്വേഷണങ്ങൾ വേണമെന്നതുമാണ് പോക്സോ ഒഴിവാക്കി കുറ്റപത്രം നൽകാൻ കാരണമെന്നതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ വിശദീകരണം. ഈ കുറ്റപത്രം പ്രതിയെ രക്ഷിക്കാനായിരുന്നോ? എന്താണതിൻ്റെ യാഥാർത്ഥ്യം? ഇപ്പോഴത്തെ കുറ്റപത്രത്തിൽ പ്രതി കുട്ടിയെ ഉപദ്രവിച്ചു എന്നതാണ് കുറ്റമായി പറയുന്നത്. ലൈംഗികമായി പീഡിപ്പിച്ചു എന്നത് ഈ കുറ്റപത്രത്തിലില്ല. അധ്യാപകൻ മർദ്ദിച്ചു എന്നാണ് കുട്ടി പറയുന്നതെന്നും ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതിന് തെളിവ് കിട്ടിയിട്ടില്ലെന്നും പറയുന്നു. അതുപ്രകാരമാണ് പോക്സോ ഒഴിവാക്കി ജുവൈനൽ ജസ്റ്റിസ് ആക്ട് 82ാം വകുപ്പും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മറ്റു വകുപ്പുകളും ചുമത്തിയിരിക്കുന്നത്. JJ ആക്ട് പ്രകാരം ചാർജ് ചെയ്തിരിക്കുന്ന ഈ കുറ്റങ്ങൾക്ക് വലിയ ശിക്ഷയൊന്നും പ്രതിക്ക് കിട്ടില്ല. കൂടി വന്നാൽ 10,000 രൂപ പിഴയും 3 മാസം തടവും. ഇപ്പോൾ തന്നെ 90 ദിവസത്തിനടുത്തായി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ട് ഇന്നലെ സ്വാഭാവികമായി ജാമ്യവും കിട്ടി. അതിനു മുൻപായി കുറ്റപത്രം സമർപ്പിച്ചെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലെ ചാർജുകൾക്കാണെങ്കിൽ വളരെ എളുപ്പം ജാമ്യം കിട്ടാവുന്നതായതുകൊണ്ടാണ് ഇന്നലെ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. പിഴയൊടുക്കി പ്രതി പുറത്തു വരുമോ എന്നതാണ് നമ്മുടെ അടുത്ത സംശയം. 2020 മാർച്ച് 16 പത്മരാജനെതിരെയുള്ള ലൈംഗിക പീഡന പരാതി പോലീസിന് കിട്ടുന്നത്. തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ഇരയായ കുട്ടിയുടെ മൊഴിയെടുത്തു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി 164 എടുപ്പിച്ചു. വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. കുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നും അധ്യാപകൻ നിരന്തരം വിളിക്കാറുണ്ടെന്ന് വ്യക്തമായി. സംഭവ സമയത്ത് കുട്ടി ധരിച്ചിരുന്ന വസ്ത്രം, പീഡനം നടന്ന സ്ഥലം ഇതെല്ലാം പരിശോധിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. കുട്ടിയുടെ പരാതി വാസ്തവമാണെന്നതിന് പോലീസിന് എല്ലാ തെളിവുകളും കിട്ടി. ഇങ്ങനെയൊരു കേസിലാണ് പോക്സോ ചുമത്താൻ വേണ്ടുന്ന തെളിവുകൾ കിട്ടിയില്ലെന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ സമയം ആവശ്യമാണെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഇതിനു പിന്നിൽ കൃത്യമായ അട്ടിമറി നടന്നിരിക്കുന്നു. വാളയാർ പീഡനക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ ഇപ്പോഴും പോരാട്ടം തുടരുന്ന ജസ്റ്റിസ് ഫോർ വാളയാർ കിഡ്സ് ഫോറം കൺവീനർ പ്രസാദ് സോമരാജൻ പറയുന്നത് ഇപ്രകാരമാണ്. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിൽ വെച്ച് പീഡിപ്പിച്ച അധ്യാപകനായ പ്രതിയെ രക്ഷപ്പെടുത്താനായി പോലീസ് കുറ്റപത്രത്തിൽ കൃത്രിമം കാണിച്ചിരിക്കുകയാണ്. പോലീസിൽ മാർച്ച് മാസം 16 പരാതി കൊടുത്തിട്ടും മജിസ്ട്രേറ്റ് മുൻപിൽ മൊഴി നൽകിയിട്ടും വൈദ്യപരിശോധനയിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് തെളിഞ്ഞിട്ടും
പ്രതിയായ അധ്യാപകനെ അറസ്റ്റ് ചെയ്യാതെ 1 മാസത്തോളം പോലീസ് ഒളിച്ചു കളിച്ചു. അന്വേഷണ ചുമതലയുണ്ടായിരുന്ന തലശ്ശേരി ഡിവൈഎസ്പിയെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പ്രതി അവൈലബിൾ ആണെന്നും അറസ്റ്റ് ചെയ്യാൻ മുകളിൽ നിന്നും ഇൻസ്ട്രക്ഷൻ ഇല്ലെന്നുമായിരുന്നു പറഞ്ഞത്. ശക്തമായ ജനകീയ സമ്മർദ്ദത്തിനൊടുവിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നടന്നത് ഇരയായ പെൺകുട്ടിയെ പോലീസ് പല പ്രാവശ്യം മൊഴിയെടുക്കാനെന്ന പേരിലും കൗൺസിലിംഗ് എന്ന് പറഞ്ഞും മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് കേസ് തേച്ചുമായ്ച്ച് കളയാനുള്ള ശ്രമമായിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാതെ പോലീസ് ഒളിച്ചു കളിക്കുകയായിരുന്നു. അതിനെതിരെയും ജനകീയ സമ്മർദ്ദം കൂടിയപ്പോഴാണ് പേരിന് പ്രതിയെ രക്ഷപ്പെടുത്താനായി ഒരു കുറ്റപത്രം സമർപ്പിച്ചത്. ആ കുറ്റപത്രം മുഖേന ഇദ്ദേഹത്തിന് ജാമ്യവും കിട്ടി. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ ഒഴുക്കൻ മറുപടിയാണ് പലപ്പോഴും പോലീസ് പറഞ്ഞിരുന്നത്. തലശ്ശേരി ഡിവൈഎസ്പിയിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പറയുന്നത് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ്. ഇതിനിടയിലാണ് കുട്ടിയെ കൗൺസിലിങ്ങിനും മറ്റുമായി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയത്. മൊഴി മാറ്റിപ്പറയിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇതെല്ലാം. ഇപ്പോൾ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നതും കുട്ടി പരസ്പര വിരുദ്ധമായ മൊഴികൾ പറയുന്നുവെന്നാണ്. പീഡനം നടന്നുവെന്നതിൽ പ്രതിയുമായി കണക്ട് ചെയ്യാനുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ലെന്നും വാളയാർ കേസിൽ നടന്നതും സമാന കാര്യമായിരുന്നു. അവിടെ പോക്സോ ചാർജ് ചെയ്തിരുന്നുവെങ്കിലും ഇരയും കുറ്റവാളിയും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള തെളിവുകൾ കിട്ടിയില്ലെന്നാണ് കോടതിയിൽ പറഞ്ഞത്. ഇരയെ പ്രതി മർദ്ദിച്ചു എന്നതിലേക്ക് മാത്രമായി കുറ്റം ഒതുക്കുകയായിരുന്നു വാളയാറിൽ. ആ കുറ്റത്തിന് പ്രതിയിൽ നിന്നും പിഴയൊടുപ്പിക്കും. ഇപ്പോൾ തന്നെ അയാൾ 1 മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞു. ഇന്നലെ ജാമ്യവും കിട്ടി. ശിക്ഷ കിട്ടിയാൽ തന്നെ 2-3 മാസം കൂടി അകത്ത് കിടന്നാൽ അത്ര മതി. യഥാർത്ഥത്തിൽ ഈ BJP നേതാവിനെ പോലീസ് രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പൊതുജനങ്ങളുടെയും നിയമാന്വേഷകരുടെയും പബ്ലിക്കിൻ്റെയും ഈ സംശയത്തിൻ്റെ മറുപടി ഇപ്രകാരമാണ്. ആദ്യം കേസ് അന്വേഷിച്ച പോലീസ് കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വച്ചിരുന്നു. തലശ്ശേരി ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതലയുണ്ടായിരുന്ന കേസായതിനാൽ നിലവിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തലശ്ശേരി ഡിവൈഎസ്പിയെ മാധ്യമപ്രവർത്തകൻ ബന്ധപ്പെട്ടപ്പോൾ മാസങ്ങൾക്ക് മുൻപേ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതാണെന്നും ക്രൈംബ്രാഞ്ചിനോട് കാര്യങ്ങൾ തിരക്കാനുമായിരുന്നു മറുപടി. എന്നാൽ പോലീസിനെതിരെ കേസെടുക്കുകയാണ് വേണ്ടതെന്നാണ് PE ഉഷയെ പോലെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കേസ് ആദ്യം അന്വേഷിച്ച പോലീസിനെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. കുട്ടിയുടെ മൊഴി വിശ്വസിക്കാൻ കഴിയില്ലെന്ന തരത്തിൽ കേസ് കുഴച്ചുമറിച്ചത് അവരാണ്. കുട്ടിക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്ന് വരെയാണ് പോലീസ് ആദ്യം പറഞ്ഞിരുന്നത്. കോഴിക്കോട് മെൻ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നൽകിയ റിപ്പോർട്ടിൽ കുട്ടിക്ക് യാതൊരു മാനസിക പ്രശ്നങ്ങളും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടിയുടെ മൊഴി വിശ്വസിക്കാതിരിക്കാൻ കാരണങ്ങളില്ലെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ക്രൈംബ്രാഞ്ച് ഇപ്പോഴും കുട്ടിയുടെ മൊഴിയെടുത്തിട്ടില്ല. കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിനാലാണ് മൊഴിയെടുക്കാൻ താമസിക്കുന്നതെന്നാണ് ക്രൈംബ്രാഞ്ച് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നത്. കുട്ടിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണിത്. ഇപ്പോൾ നൽകിയിരിക്കുന്നത് പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരമുള്ള കുറ്റപത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതും. പ്രതി പത്മരാജനെ അറസ്റ്റ് ചെയ്യാൻ വലിയ കാലതാമസം നേരിട്ട സാഹചര്യത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസിൽ ഇടപെട്ടിരുന്നു. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ മൂലം പ്രതിയെ പിടികൂടാൻ താമസിക്കുന്നുവെന്ന പോലീസ് വാദത്തിനെതിരെ അന്ന് ബാലാവകാശ കമ്മീഷൻ രംഗത്ത് വരികയും പോലീസിൻ്റെ വാദം അംഗീകരിക്കില്ലെന്നും വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുമായിരുന്നു കമ്മീഷൻ്റെ വ്യക്തമായ വാക്കുകൾ. പോലീസിനോട് കമ്മീഷൻ വിശദീകരണം ചോദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോക്സോ ചുമത്താതെ കുറ്റപത്രം സമർപ്പിക്കുകയും ബാലാവകാശ കമ്മീഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനോട് കമ്മീഷന് മുന്നിൽ ഹാജരായി ഇതുവരെയുള്ള എല്ലാ റിപ്പോർട്ടുകളും സമർപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് പോക്സോ ചുമത്തിയില്ല എന്നതിൽ വിശദീകരണം ചോദിക്കുമെന്നാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് പറഞ്ഞത്. കുറ്റപത്രം സമർപ്പിച്ചതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നിലവിലെ അന്വേഷണ സംഘത്തെ മാറ്റുന്ന കാര്യം ഉൾപ്പെടെ പരിഗണിക്കുമെന്നാണ് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നസീർ ചാലിയം പ്രതികരിച്ചത്. നിലവിൽ ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുമോ എന്ന് കണ്ടറിയാം. ഈ കേസിൽ രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ചും പോലീസിൻ്റെ കൃത്രിവിലോപങ്ങളെക്കുറിച്ചും ആദ്യം മുതലേ ആരോപണങ്ങൾ ഉയർന്നതാണ്. BJP നേതാവായ പ്രതിയെ പിടികൂടാൻ വൈകുന്നതിനെതിരെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി പോലീസിനെതിരെ രംഗത്ത് വന്നിരുന്നു.
പ്രതിയെ പിടികൂടാതെ പോലീസ് ഒളിച്ചു കളിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ സ്ഥലം MLA കൂടിയായ മന്ത്രി KK ശൈലജയും പോലീസിനെതിരെ രംഗത്ത് വന്നിരുന്നു. അട്ടിമറിയുടെ തെളിവുകൾ എന്തെല്ലാമാണ്? ഈ കേസിലെ പ്രതിയായ BJP നേതാവിനെ രക്ഷിച്ചെടുക്കാൻ വലിയ തോതിൽ അട്ടിമറി നടന്നിട്ടുണ്ട്. 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ നിരന്തരം ലൈംഗിക ചൂഷണം ചെയ്തെന്നു പരാതി ഉയർന്ന അധ്യാപകൻ കുനിയിൽ പത്മരാജനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് വേണ്ടി വന്നത് നീണ്ട 32 ദിവസങ്ങളായിരുന്നു. മാർച്ച് 16 രജിസ്റ്റർ ചെയ്ത കേസിൽ മൊഴികളും ശാസ്ത്രീയ തെളിവുകളും പ്രതിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളും കൈവശമുണ്ടായിരുന്നിട്ടും ഏപ്രിൽ 15 വരെ പോലീസ് ഒന്നും ചെയ്തില്ല. പ്രതി ഒളിവിൽ പോയി. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ അന്വേഷണത്തിന് തടസ്സമാകുന്നു തുടങ്ങിയ വാദങ്ങളായിരുന്നു പോലീസിന്. ഒടുവിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ശക്തമായ പ്രതിഷേധവും ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും കൊണ്ട് മാത്രമാണ് ഏറെ വൈകിയാണെങ്കിലും അറസ്റ്റ് നടന്നത്. പോക്സോ കേസിൽ മുൻകൂർ ജാമ്യത്തിന് അവകാശമില്ല. കേസ് രജിസ്റ്റർ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കണമെന്നാണ് പോക്സോ നിയമത്തിൽ പറയുന്നത്. പാലത്തായി കേസിൽ കുട്ടിയുടെ പരാതി മാർച്ച് 16 കിട്ടിയതാണ്. തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടർ കുട്ടിയുടെ മൊഴിയെടുത്തു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി 164 എടുപ്പിച്ചു. വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. കുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നും അധ്യാപകൻ നിരന്തരം വിളിക്കാറുണ്ടെന്ന് വ്യക്തമായി. സംഭവ സമയത്ത് കുട്ടി ധരിച്ചിരുന്ന വസ്ത്രം, പീഡനം നടന്ന സ്ഥലം ഇതെല്ലാം പരിശോധിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. കുട്ടിയുടെ പരാതി വാസ്തവമാണെന്നതിന് പോലീസിന് എല്ലാ തെളിവുകളും കിട്ടി. പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭിച്ചു. എന്നിട്ടും പ്രതിയെ പിടികൂടാൻ വേണ്ടി വന്നതോ 1 മാസവും. പ്രതിയായ BJP നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ കാലതാമസം വന്നതിന് പോലീസ് പറഞ്ഞ ന്യായങ്ങളെല്ലാം ഒടുവിൽ പൊളിഞ്ഞു. പ്രതി സംസ്ഥാനം വിട്ടു പോയിരിക്കാമെന്നായിരുന്നു അന്വേഷണ സംഘം ആവർത്തിച്ചിരുന്നത്. പത്മരാജൻ്റെ അറസ്റ്റ് നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തലശ്ശേരി DYSP KB വേണുഗോപാലിനെ മാധ്യമപ്രവർത്തകർ ബന്ധപ്പെട്ടു. എന്തുകൊണ്ട് അറസ്റ്റ് വൈകുന്നുവെന്ന ചോദ്യത്തിന് DYSP പറഞ്ഞ കാരണങ്ങൾ ഇതായിരുന്നു: പോലീസ് ഇക്കാര്യത്തിൽ യാതൊരു അനാസ്ഥയും കാണിക്കുന്നില്ല. എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. പ്രതിക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ അറസ്റ്റ് നടക്കുന്നതിന് മുന്നേ പ്രതി ഒളിവിൽ പോയി. പ്രതി പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം ബന്ധു വീടുകളിലടക്കം റെയ്ഡ് നടത്തി. അവിടെയൊന്നും പ്രതി ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നതിനാൽ ആ വഴിക്കുള്ള അന്വേഷണവും അടഞ്ഞു. BJP നേതാവ് ആണെന്നതിനാൽ BJP ഭരിക്കുന്ന കർണാടകയിലേക്ക് പോയിരിക്കാമെന്നാണ് കരുതുന്നത്. ഇവിടെ നിന്നും 10-30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി കർണാടകയിലെത്താൻ. അതല്ലെങ്കിൽ കോഴിക്കോടോ മറ്റോ ഒളിവിൽ പോകാനും സാധ്യതയുണ്ട്. പ്രതി ഒളിവിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. അതോടെ കാര്യങ്ങൾ പ്രതിസന്ധിയിലായി. ലോക്ക്ഡൗൺ മൂലമുള്ള നിയന്ത്രണങ്ങൾ പ്രതിയെ കണ്ടെത്തുന്നതിന് തടസ്സമായി. കർണാടകയിൽ ഒളിവിലിരിക്കാൻ പ്രതിക്ക് അനുകൂല സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അങ്ങോട്ട് പോകാൻ പോലീസിന് കഴിയാതെ വന്നു. അതിർത്തി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങോട്ട് പോയാൽ തന്നെ രാവിലെ പോയി പ്രതിയെ പിടികൂടി വൈകിട്ട് തിരിച്ചു വരാവുന്ന സാഹചര്യമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അല്ലാതെ അവിടെ തങ്ങാൻ കഴിയില്ല. പ്രതി എവിടെയുണ്ടെന്നതിന് വ്യക്തതയില്ല. കോവിഡ് ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള പ്രദേശമാണ് തലശ്ശേരി. അതീവ ജാഗ്രതയിലുള്ള ഒരു പ്രദേശം. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പോലീസ് നേരിടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പ്രതിയെ പിടികൂടാൻ താമസിക്കുന്നത്. ഇതാണ് തലശ്ശേരിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വിശദീകരണം. പ്രതി പത്മരാജൻ പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം റെയ്ഡ് നടത്തിയിരുന്നുവെന്നായിരുന്നു DYSP പറഞ്ഞത്. പ്രതി പോകാൻ സാധ്യതയുള്ള എല്ലായിടവും തിരഞ്ഞു എന്ന് പറഞ്ഞ പോലീസ് ഒടുവിൽ പ്രതിയെ പിടികൂടിയതാകട്ടെ സ്വന്തം വീട്ടിൽ നിന്നും വെറും 5 കിലോമീറ്റർ അകലെ സെൻട്രൽ പൊയ്രൂരിലുള്ള ബന്ധുവീട്ടിൽ നിന്നും. ഈ ഒരു വീട് ഒഴിച്ചായിരുന്നോ മറ്റു ബന്ധുവീടുകളെല്ലാം പോലീസ് റെയ്ഡ് നടത്തിയത്? അതോ പോലീസ് സംശയിച്ചതുപോലെ കർണാടകയിലോ കോഴിക്കോടോ ഒളിവിൽ പോയിരുന്ന പ്രതി ഏപ്രിൽ 16 ഉച്ച കഴിഞ്ഞ് ഈ ബന്ധുവീട്ടിൽ തിരികെ എത്തിയതാണോ? കേരള പോലീസിന് പോലും സഞ്ചാര സൗകര്യം നിഷേധിച്ച ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ പത്മരാജനന്റെ ബാധകമായിരുന്നില്ലേ? ഈ ചോദ്യങ്ങൾക്കൊന്നും പോലീസിന് മറുപടിയില്ല. കർണാടകത്തിലും കോഴിക്കോട്ടും പോയിട്ടില്ലെങ്കിൽ കഴിഞ്ഞ 1 മാസവും പോലീസിൻ്റെ കൺവട്ടത്ത് തന്നെയുണ്ടായിരുന്നു പത്മരാജൻ. പോലീസിന് അതറിയാമായിരുന്നു. പ്രതി അവൈലബിൾ ആയിട്ടും അറസ്റ്റ് ചെയ്യാതിരുന്നത് മുകളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടാത്തത് കൊണ്ടാണെന്ന് DYSP പറഞ്ഞിരുന്നതായി ജസ്റ്റിസ് ഫോർ വാളയാർ കിഡ്സ് ഫോറം കൺവീനർ പ്രസാദ് സോമരാജൻ ചൂണ്ടിക്കാട്ടുന്ന കാര്യം നാം ഓർത്തിരിക്കണം. BJP നേതാവിന് വേണ്ടി രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവുകളാണിത്.
പോക്സോ കേസുകളിൽ സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കുകയും 1 വർഷത്തിനുള്ളിൽ കേസ് നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നാണ്. എന്നാൽ ഒരു കേസുകളും ഇത് നടക്കാറില്ല. സമയബന്ധിതമായി നടപടികൾ പൂർത്തിയാക്കുന്നില്ല. വിചാരണകൾ നടക്കുന്നില്ല. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി നടക്കുകയാണ്. ശക്തമായ നിയമമായിട്ടും പോക്സോ കേസുകൾ എങ്ങനെ അട്ടിമറിക്കപ്പെടാം എന്നതിൻ്റെ വലിയ തെളിവാണ് വാളയാർ കേസ്. നിയമ കേന്ദ്രങ്ങൾ തന്നെ ഇത്തരം കേസുകളിൽ പ്രതിയെ സംരക്ഷിക്കുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു പാലക്കാട് ശിശുക്ഷേമ സമിതി മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ രാജേഷിൻ്റെ വാക്കുകൾ. ഏകദേശം അതേ സാഹചര്യം തന്നെയാണ് ഈ കേസിനുമുള്ളത്.